നമസ്കാരം. താമരശ്ശേരിയിൽ പോലീസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. താമരശ്ശേരി അരയേറ്റുംചാലിൽ സ്വദേശി ഫായിസിന്റെ വയറ്റിലാണ് ക്രിസ്റ്റൽ തരികളുള്ള പാക്കറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ MDMA വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് പ്രവേശിപ്പിച്ചിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ വയറ്റിൽ നിന്നും MDMA കണ്ടെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ CT സ്കാനാണ് എടുത്തത്. അതിൽ വയറ്റിൽ തരി പോലെ എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാര്യങ്ങൾ വ്യക്തമായത്. എൻഡോസ്കോപ്പി അടക്കമുള്ള തുടർ പരിശോധനകൾ നടത്തി. തുടർന്ന് MDMAയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അതേസമയം എത്ര അളവിലാണ് MDMA ഇയാളുടെ ശരീരത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഫായിസ് വീട്ടിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചത്. വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾ. പോലീസ് എത്തിയപ്പോൾ ഇയാൾ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഇതിനിടെ തന്ത്രപൂർവ്വം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാൾ അപ്പോഴേക്കും MDMA വിഴുങ്ങുകയും ചെയ്തിരുന്നു. ഫായിസിനെ പിടികൂടിയ പോലീസ് ആദ്യം താമരശ്ശേരി ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയനാക്കി. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയത്. യുവാവിന്റെ വയറ്റിൽ സംശയിക്കുന്ന ചില തരികൾ കണ്ടെത്തിയെന്നും ഇത് MDMA ആണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം നടത്തിയ സ്കാനിങ്ങിലാണ് കാര്യങ്ങൾ ബോധ്യമായത്. താമരശ്ശേരി സ്വദേശിയായ ഫായിസ് ഇന്നലെയാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നിന്ന് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ചിരുന്നു. താമരശ്ശേരി അമ്പായത്തോട് വെച്ച് പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ 2 പാക്കറ്റ് മയക്കുമരുന്നാണ് ഇയാളെടുത്ത് വിഴുങ്ങിയത്. ഷാനിദ് എന്ന യുവാവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. പോലീസ് പിടികൂടി 24 മണിക്കൂറിനകം ഇയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു. അമിതമായ അളവിൽ രാസലഹരി ശരീരത്തിലെത്തിയതാണ് മരണകാരണമായത്. അമിതമായി ലഹരി മരുന്ന് ശരീരത്തിലെത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. 2 സിപ്പ് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA ആണ് ഇയാളെടുത്ത് വിഴുങ്ങിയത്. ഒരു പാക്കറ്റ് പൊട്ടിയ നിലയിലായിരുന്നു. പൊട്ടാത്ത മറ്റൊരു പാക്കറ്റിൽ 9 ഗ്രാം കഞ്ചാവും വയറ്റിൽ ഉണ്ടായിരുന്നു. ലഹരി മരുന്ന് വിഴുങ്ങിയതിന് പിന്നാലെ പോലീസ് ഷാനിദിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളോട് കാര്യങ്ങൾ തിരക്കി. അപ്പോഴാണ് താൻ MDMA വിഴുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഷാനിദ് തന്നെ തുറന്നു പറഞ്ഞത്. പാക്കറ്റുകൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെങ്കിലും ഷാനിദ് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച് നൽകാൻ വിസമ്മതിച്ചു. പിന്നീടാണ് സ്ഥിതി ഗുരുതരമായതും മരണത്തിന് ഇയാൾ കീഴടങ്ങിയതും. അതിനിടെ 34-കാരിയായ യുവതിയെ നീണ്ടകര പാലത്തിന് സമീപത്ത് നിന്നും പോലീസ് 50 ഗ്രാം MDMAയുമായി പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ്. കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടെയാണ് അനിലയെ ശക്തികുളങ്ങര പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത്. കർണാടകയിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായി MDMA കൊണ്ടുവന്ന യുവതിയാണ് പിടിയിലായത്. MDMA വാങ്ങി സ്വന്തം കാറിൽ ഒരു യുവതി വരുന്നുണ്ട് എന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന വ്യാപകമാക്കിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ സിറ്റി പരിധിയിൽ വ്യാപക പരിശോധന നടന്നിരുന്നു. കൊല്ലം ACP S ഷെരീഫിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വൈകിട്ട് 5:30 മണിയോടുകൂടി നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ച് യുവതിയെ പോലീസ് പിടികൂടി.